Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. ചിലർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയമാണ് ഈ ഫാഷൻ എന്ന് പറയുന്നത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ വെയർ ചെയ്യുന്നത് അതാണ് ഫാഷൻ എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ആ പ്രകൃതിയിൽ നമുക്ക് വിവിധ ഫാഷനുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂം ധരിക്കുക, കംഫർട്ടബിൾ ആയിട്ട് നടക്കുക, പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുക, അതാണ് ഫാഷനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഡ്രസ്സ് ചെയ്യരുത്. ഈ ഫാഷൻ എന്ന് പറയുന്നത് നൈസർഗീയമായ നമ്മളിൽ ജന്മന ഉള്ള ഒരു വാസനയാണ്. ഫാഷൻ എന്ന വിഷയത്തെ അധികരിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഫാഷൻ പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമാണ്. ഫാഷനബിൾ ആകുമ്പോൾ അതിനകത്ത് പല ഗുണങ്ങളുമുണ്ട്. നമുക്ക് ശ്രദ്ധ കിട്ടും, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കും, നമുക്ക് തന്നെ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാകും, ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും, നമ്മൾ പ്രസൻറ്റബിൾ ആണെന്നൊരു തോന്നലുണ്ടാകും. ഇങ്ങനെ പല പല ഗുണങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഫാഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഫാഷൻ അതിൻ്റെ ഭ്രമം നമ്മളെ ഏതൊക്കെ ദോഷകരമായ വഴിയിലേക്ക് നയിക്കാം എന്നുള്ളതുകൂടെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. മിസ്റ്റർ ഷിയാസ് കരീം, മോഡൽ ആൻഡ് ആക്ടർ. സിസ്റ്റർ വിനീത CSST, മാനേജർ, സെയിൻറ്റ് തെരേസാസ് കോളേജ്, എറണാകുളം. റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ്, മാർത്തോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, എറണാകുളം. എന്താണ് ഇതുകൊണ്ട് നമുക്കുണ്ടാകുവാൻ പോകുന്ന ദോഷങ്ങൾ? അതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഫാഷൻ ഷോ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അത് കണ്ടിട്ടുള്ളൂ? ഒന്ന് കൈപൊക്കിക്കാട്ടെ. ഫാഷൻ ഷോ കണ്ടിട്ടുള്ളത്? ഒരു നല്ല പങ്ക് ആളുകളും ഫാഷൻ ഷോ കണ്ടിട്ടുണ്ടല്ലേ? ഗുഡ്. ഈ ഫാഷൻ ഷോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് പറയാവോ? ഫാഷൻ ഷോ എപ്പോഴും ഞങ്ങളുടെ കോളേജിൽ തന്നെ നടക്കാറുണ്ട്. ഫാഷൻ ഷോയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്യൂംസ് അവർ കാണിക്കും. അത് ചിലപ്പോൾ ഡെയിലി വെയർ ആവാം, അല്ലെങ്കിൽ അവരുടെ തന്നെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ടുള്ള ഡ്രസ്സസ് ആവാം. അപ്പോൾ ഡെയിലി വെയർ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം ആ ഡ്രസ്സസൊക്കെ. അതൊക്കെ നമുക്ക് കൊള്ളാം, ഇത് നമുക്ക് നമ്മുടെ ലൈഫിൽ എടുക്കാം. നമുക്ക് ഡെയിലി ലൈഫിൽ വെയർ ചെയ്യാൻ പറ്റിയ ഡ്രസ്സസ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വേറെ വല്ല ഡ്രസ്സസ് ആണെങ്കിൽ അത് നമുക്ക് ഡെയിലി ലൈഫിൽ വെയർ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അത് നമുക്ക് എല്ലാ ദിവസവും പറ്റാത്ത ഡ്രസ്സസ് ആയ. അപ്പോൾ ഇതിൽ കണ്ടിട്ട് ഇതിൻ്റെ ഡ്രസ്സുകളൊക്കെ അനുകരിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ എന്തായാലും തീർച്ചയായും നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് അനുകരിച്ചാൽ കൊള്ളാം എന്ന്. അനുകരിച്ചിട്ടുണ്ടോ? ഇല്ല. അനുകരിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട്, പക്ഷെ അനുകരിപ്പാനുള്ള സാഹചര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? ഈ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയിട്ടുള്ള തോന്നലുകൾ എന്തൊക്കെയാ? ഒന്ന് പറയാമോ? ഏത് ഫാഷൻ ഷോ ആയാലും ഇപ്പോൾ ഒരു വ്യൂവർ എന്നുള്ള നിലയിൽ നമ്മളുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. നമ്മൾ എങ്ങനെ നടക്കണം, എന്തായിരിക്കണം നമ്മളുടെ ഫാഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാകും. അതനുസരിച്ച് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഫാഷൻ ഷോസ് കണ്ടിട്ട് അത് ബ്ലൈൻഡായിട്ട് നമ്മളൊന്നും എടുക്കരുത്. നമ്മൾ എന്താണെന്നുള്ള സെൽഫ് നമ്മൾ അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ളവർ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. നമ്മളെന്താണോ അത് അറിഞ്ഞിട്ട് നമ്മളുടെ കളർ ടോൺ, ബോഡി പാറ്റേൺ ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾക്കത് അഡോപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് ജസ്റ്റ് കണ്ടിട്ട് ഓക്കെ നമുക്ക് ചേരുന്നതാണെങ്കിൽ നമുക്ക് ഇത് അഡോപ്റ്റ് ചെയ്യാം.
സാമ്പത്തികമായിട്ട് വലിയ ബാധ്യത ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അന്ധമായ ഒരു അനുകരണത്തോട് ഇദ്ദേഹം എതിർപ്പാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഒന്നിനെയും ബ്ലൈൻഡായിട്ട് നമ്മൾ ഒന്നിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുഡ്. അപ്പോൾ ഫാഷൻ ഷോ കണ്ടു കഴിഞ്ഞാലും അതൊന്ന് അനുകരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം മനസ്സിലുണ്ടാകും. എന്നാൽ എല്ലായ്പ്പോഴും അത് അനുകരിക്കാൻ ഒക്കത്തില്ല. അതിന് പല തടസ്സങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അതെ. അപ്പോൾ ഫാഷൻ നല്ലതാണ്, എന്നാൽ അന്ധമായ രീതിയിൽ അത് അനുകരിക്കുകയാണെങ്കിൽ അത് ദോഷകരമായി നമുക്ക് തീരും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, സാമ്പത്തികമായ ബാധ്യത ചിലപ്പോൾ നമുക്കുണ്ടാക്കും. നമ്മുടെ ശരീരഘടനയ്ക്ക് യോജിച്ച രീതിയിലല്ലെന്ന് വരികിൽ അത് വൃത്തികേടായിട്ട് മാറും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത് കൂടാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ദോഷം ഇതുകൊണ്ടുണ്ട്, അനുകരിക്കുന്നതിൽ ദോഷമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. തീർച്ചയായും തോന്നുന്നുണ്ട്. കാരണം ഫാഷനബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാഷനിൽ അഡിക്റ്റഡ് ആയ നമ്മൾ കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആവും. നമ്മുടെ വേറെ ഇൻട്രസ്റ്റ് ഒക്കെ പോവും. ലൈക്ക് അക്കാഡമിക്സ് ആണെങ്കിൽ ആ ഇൻട്രസ്റ്റ് പോയിട്ട് കൂടുതൽ നമ്മൾ ഫാഷനിലൂടെ അഡിക്റ്റഡ് ആവും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ അഡിക്റ്റായി കഴിഞ്ഞാൽ എൻ്റെ ഇൻട്രസ്റ്റ് മാറും. ഇപ്പോഴെൻ്റെ ഇൻട്രസ്റ്റ് എന്തുവാ? അക്കാഡമിക്സ്. മെയിനായിട്ട് അക്കാഡമിക് പെർഫോമൻസ് എന്നുള്ളത് എൻ്റെ ഇൻട്രസ്റ്റ്. പക്ഷെ ഞാൻ ഇതിൻ്റെ അഡിക്റ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് മാറി എന്ന് വരാം. അപ്പോൾ പഠനത്തിൽ നിന്ന് ഞാൻ ചിലപ്പോൾ മാറിപ്പോയി എന്ന് വരാം. എൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെ തന്നെ അത് ബാധിച്ചു എന്ന് വരാം അല്ലേ? അപ്പോൾ അഡിക്ഷൻ എന്നുള്ളത് ഇതുകൊണ്ടുണ്ടാകാവുന്ന വലിയൊരു ദോഷമാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇല്ലാതെ ഒക്കത്തില്ല എന്നൊരവസ്ഥയിൽ നമ്മൾ എത്തുന്നതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതില്ലാതെ എനിക്ക് നിലനിൽക്കാൻ ഒക്കത്തില്ല, ആ ഒരവസ്ഥ. കോളേജിൽ ചുമതല വഹിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ടല്ലോ. ഇതുപോലെയുള്ള ഒരു അഡിക്ഷൻ ഭ്രമം അല്ലെങ്കിൽ ഈ ഫാഷൻ ഭ്രമം അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ കുഞ്ഞുങ്ങളിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ ഈ കോളേജ് ജീവിതത്തിനിടയ്ക്ക്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ട്. എല്ലാവരിലും ഇല്ല, ചില കുട്ടികളിൽ. എല്ലാവരിലും ഇപ്പോൾ ഫാഷൻ ഷോ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് അനുകരിക്കണമെന്നില്ല. പക്ഷെ ചില കുട്ടികൾ അനുകരിക്കുന്നവരുണ്ട്. ഇന്നിടുന്ന വസ്ത്രം പിറ്റേ ദിവസം ഒരിക്കലും പിന്നെ ഞാൻ കാണാത്ത രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നവരുണ്ട്. ഇവൻ്റെ ഹെയർ സ്റ്റൈലിൽ, മുഖത്തിടുന്ന ഓൾ ദോസ് തിങ്സ്, അതിനകത്ത് ചിലപ്പോൾ വന്ന് നമുക്ക് നോക്കുന്നത് പോലും ഇതെന്താ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിൽ വരെ ഫാഷൻ ഭ്രമം കാണിക്കുന്ന കുട്ടികൾ ഉണ്ട്. പലപ്പോഴും അത് ഒരു അപകടകരമായ ഒരു രീതിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവരുടെ എനിക്ക് എൻ്റെ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ, അവരുടെ മാതാപിതാക്കളെ വിളിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇതാണ്: സിസ്റ്റർ, ഞങ്ങൾ വളരെ കഷ്ടപ്പെടുക, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ സിസ്റ്റർ ഒന്ന് ഉപദേശിക്കുക എന്ന് വരെ പറയുന്ന മാതാപിതാക്കളുടെ മക്കൾ എനിക്കറിയാം. എന്നാൽ ചില മാതാപിതാക്കൾ പറഞ്ഞിട്ടില്ലേ സിസ്റ്ററെ, ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഡ്രസ്സാ, ഞങ്ങൾക്ക് ഇതിന് പ്രശ്നമില്ല, പിന്നെ സിസ്റ്ററിന് എന്നാ പ്രശ്നമെന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ? അതുകൊണ്ട്. പക്ഷേ അത് അവർക്ക് പണമുള്ളത് കൊണ്ട് ചിലപ്പോഴത്തേക്ക് അവരങ്ങ് പോയിക്കോളാം, ആ രീതിയിൽ പോയിട്ട്. പക്ഷേ ഇല്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ ദുഃഖമാണ് ഞാനിവിടെ എടുത്ത് പറയുന്നത്. അത് പിന്നെ വേറെ നോക്കുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഇട്ടിട്ട് പലരും കമൻറ്റ് ചെയ്ത് ഒരു ആത്മഹത്യയുടെ പ്രവണതയിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോഴത്തേക്ക് ഈ ഫാഷൻ ഭ്രമം കുട്ടികളെ കൊണ്ട് എത്തിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർ പാസ് ചെയ്യുന്ന കമൻസ് അവർക്കത് താങ്ങാൻ പറ്റും. വെച്ചാൽ ഇത് ഇവർ പറയുന്നത് പോലെ എനിക്കറിയില്ല, ഇവർക്കെല്ലാവർക്കും ഒരു പക്ഷേ ഇതെല്ലാം അംഗീകരിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സിനുള്ള ധൈര്യം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ ചില കുട്ടികൾക്ക് ആ മാനസിക പക്വത വരാത്ത കുട്ടികളുണ്ട്. പക്ഷേ ഫാഷൻ്റെ പുറകെ നടന്ന് അവസാനം കമൻറ്റ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തെങ്കിലും ആത്മഹത്യയുടെ പ്രവണതകൾ കാണിക്കുന്ന കുട്ടികളെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിസ്റ്റർ പറഞ്ഞ വലിയൊരു അപകടത്തിൻ്റെ കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാ ആളുകൾക്കും ഒരുപോലെ എല്ലാ സാഹചര്യങ്ങളെയും വഹിക്കാനായിട്ട് താങ്ങാനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല. മെൻ്റൽ ഹെൽത്ത് കുറവുള്ള ആളുകൾ കാണും, ടോളറൻസ് ലെവൽ കുറവുള്ള ആളുകൾ കാണും. അങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ റിമാർക്സ്, അവരുടെ കമൻസ് ഉൾക്കൊള്ളുവാൻ വയ്യാതെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്
സിസ്റ്റർ വിരൽ ചൂണ്ടിയ ഒരു സംഗതി. അത് വളരെ ശരിയായിട്ടുള്ളൊരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഈ ഫാഷൻ ഫീൽഡിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു സംഗതി, ഈ ബ്രാൻഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നൊരു സംഗതി, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനോടുള്ള ഒരു പ്രതിപത്തി, അങ്ങനെയുള്ളൊരു അപകടങ്ങളോ അങ്ങനെയുള്ളൊരു ബ്രാൻഡ് കോൺഷ്യസ്നസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും ഇന്ന ബ്രാൻഡ് തന്നെ വേണം, ആ ബ്രാൻഡിനോടുള്ളൊരു പ്രതിപത്തി, ഒടുവിൽ ആ ബ്രാൻഡിൽ നമ്മൾ അടിമയായിത്തീരുന്ന ഒരു അനുഭവം, അങ്ങനെയുള്ളത് വല്ലതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നോട്ട് ചെയ്തിട്ടുണ്ടോ? ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ബ്രദർ എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രാൻഡ് കോൺഷ്യസ് മാത്രം. അപ്പോൾ എനിക്കൊന്ന് ബ്രാൻഡ് ഒരു വലിയൊരു അതുകൊണ്ടുള്ള കുഴപ്പം തന്നെ, കുഴപ്പം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ബ്രാൻഡ്. ഈ പെർട്ടിക്കുലർ ബ്രാൻഡിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് വളരെ എക്സ്പെൻസീവായിട്ട് മാറാം അല്ലേ? ബ്രാൻഡ് നോക്കുമ്പോൾ നമ്മൾ പൈസ നോക്കുന്നില്ല, എത്ര രൂപയാണെങ്കിലും നമ്മൾ അത് എടുക്കാൻ തയ്യാറാണ്. ഒരു ബ്രാൻഡിന്റെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ബ്രാൻഡ് ചൂസ് ചെയ്യുന്നുണ്ട്. ഇതും വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ഞാൻ ധരിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിലയുള്ളൂ എന്നുള്ളൊരു ധാരണ, ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ഈ സൈക്കോളജിക്കൽ ഫാക്ടറിൻ്റെ പിറകിലുള്ള വലിയ സംഗതി എൻ്റെ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഈ ബ്രാൻഡിനെ ബേസ് ചെയ്തുള്ളതാണ്. ഈ ബ്രാൻഡാണ് എനിക്ക് അംഗീകാരവും വിലയും തരുന്നത്. അങ്ങനെ ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാനായിട്ട് നമ്മുടെ മോഡലായിട്ട് വന്ന ഷിയാസിനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് പറഞ്ഞാട്ട് ഈ ബ്രാൻഡ് കോൺഷ്യസ്നസ് എങ്ങനെയാണ് നമുക്ക് അപകടകരമായി തീരുന്നത്? ഞാൻ ഒത്തിരി ബ്രാൻഡ് ഷൂട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ഈ ബ്രാൻഡിനെ പറ്റി നിങ്ങൾ പറയുന്നത് അത് കൂടുതലും നിങ്ങൾ നിങ്ങൾ ബ്രദർ ശ്രദ്ധിക്കുന്ന അതിൽ വരുന്ന ആഡാണ്. അതിലൊരു മോഡൽ ജീൻസ് ഇട്ടിട്ട്, പക്ഷെ ആ മോഡലിന് എന്താ പ്രത്യേകത പറഞ്ഞാൽ അവന് ആ മോഡലിന് നല്ല ഫിറ്റ്നസ് ഉണ്ടാവും, അപ്പോൾ അയാൾക്ക് ആ ജീൻസ് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ബ്രാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടും നമുക്കൊരു പേഴ്സണാലിറ്റി, എന്താ പറയുക, ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഞാൻ അല്ലാതെ അതിന് പ്രത്യേകത അങ്ങനെ ചിലർ ഈ മോഡലിനെയൊക്കെ നോക്കി പെർട്ടിക്കുലർ ബ്രാൻഡ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു അടിമയായി തീരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഓൾമോസ്റ്റ് ആളുകൾ അങ്ങനെ തന്നെയായിരിക്കും, ബ്രാൻഡിന് പിന്നാലെ ഓടുന്ന ആൾക്കാരാണ്. വീണ്ടും ആൾക്കാർ ഈ ബ്രാൻഡ് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മളുടെ വേറെ പ്രൊഡക്ട്സ് അല്ലാതെ ബ്രാൻഡഡ് യൂസ് ചെയ്താൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, എന്നാലും അത് നല്ല കോസ്റ്റ് ആണ്. നല്ല എമൗണ്ട് കൊടുത്താലേ നമുക്ക് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കിട്ടുള്ളൂ. അത്രയും പണം കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കുവോ? ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അതിലും ചീപ്പായിട്ടുള്ള വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കുവോ? ഇല്ല. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം കൂടെയാ നമ്മൾ പറയുന്നത് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്നുള്ളത്. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നാളും ജീവിച്ചിരിക്കും. അത്രയും നാളായാലും ജീവിച്ചിരിക്കത്തില്ലല്ലോ. ഇതാകെ ഇടുന്നത് കൂടി വന്നാൽ 3 മാസം അല്ലെ 6 മാസമാണ്. അപ്പൊ ആ പോയിന്റ് വലിയ അർത്ഥമില്ലെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കും, നമ്മളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്. ചിലരുടെ മനസ്സിൽ അങ്ങനെയും ഉണ്ട്. പിന്നെ ഈ ടാഗ് കാണിക്കാൻ, ഇപ്പം ലിവൈസ് ആണെങ്കിലും അതിന്റെ ടാഗ് കാണിച്ചാൽ ആ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു റെക്കഗ്നീഷൻ കിട്ടും. എനിക്ക് ഇതുണ്ട് എന്നൊരു റെക്കഗ്നീഷൻ കിട്ടും എന്നതും അവരുടെ മൈൻഡിലുണ്ട്. അതാണ് അതിന്റെ പിറകിലുള്ള വലിയൊരു രഹസ്യം എന്ന് പറയുന്നത്. അതെ, ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിൽ അഡിക്റ്റായി തീരുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ ഫാഷൻ്റെ പിറകെ പോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമ്മളെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചർച്ചയിൽ എടുത്ത സംഗതി. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാളുടെ ഫാഷൻ മറ്റൊരാൾക്ക് അരോചകമായിട്ട് ചിലപ്പോൾ തോന്നും. നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് തോന്നുന്നത് വേറെ ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ഓക്വേർഡായിട്ട് അവർക്ക് തോന്നിയെന്ന് വരാം, ഇല്ലേ? അപ്പോൾ നിങ്ങൾ ഫാഷൻ എന്ന് പറയുന്നത് അരോചകമായിട്ട് തോന്നുന്നവർ അതിനെ വിമർശിക്കുമില്ലേ? അപ്പോൾ ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും വിമർശിക്കുന്നത്, ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും വിമർശിക്കുന്നത്, ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും വിമർശിക്കുന്നത്. അവർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കുമ്പോൾ ഇത് വളരെ മനോഹരമാണ്, പക്ഷേ അവർ ഇതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്?
പറഞ്ഞോ നിങ്ങളുടെ അഭിപ്രായം. അവരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കും. എൻ്റെ ടേസ്റ്റ് അല്ല അവരുടെ ടേസ്റ്റ്. പിന്നെ ജനറേഷൻ ഗ്യാപ്പ്. ഓ, ജനറേഷൻ ഗ്യാപ്പ് അല്ലേ? അതെന്തോന്ന് വ്യക്തമാക്കാവോ? ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് വ്യക്തമാക്കാവോ? ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മുടെ വീട്ടിലെ അമ്മച്ചിക്കും ചാച്ചനും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായെന്ന് വരത്തില്ല. ചിലപ്പോൾ അവന് ഫുൾ മൂടി പേഴ്സ് നിൽക്കുന്ന അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരിക്കും അവരുടെ. ഒരു മിനി സ്കേർട്ടോ സ്ലീവ്ലെസ്സോ ഒരു ജീൻസോ എത്രത്തോളം അവർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. കാരണം അവർ കണ്ടതും അവരറിഞ്ഞതുമായിട്ടുള്ള ഒരു കാലത്തുണ്ടായിരുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫാഷൻ സങ്കല്പങ്ങളാണ് ഇന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി മീഡിയാസൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുറച്ചും കൂടി പുറമേയുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽസ് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർ. അപ്പോൾ അവർക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ചാച്ചനും അമ്മച്ചിക്കും ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് എൻ്റെ പേരൻസിന് അപ്പനും അമ്മയ്ക്കുമുള്ള കാഴ്ചപ്പാടല്ല ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് ഡ്രസ്സിങ്ങിൽ അവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് അവരതിനെ വിമർശിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത് അല്ലേ? അപ്പോൾ കാഴ്ചപ്പാടിലാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അതോ ഫാഷനിലാണോ മാറ്റം ഉണ്ടാകേണ്ടത്? അവർക്കും വേണമെങ്കിൽ ചിന്തിക്കാം, നമ്മുടെ രീതിക്കനുസരിച്ച് മാറാം, അവർക്ക് അതിട്ടാൽ നല്ലതായിരിക്കും, അതൊക്കെ ചിന്തിക്കാം അവർക്ക്. പിന്നെ നമ്മളും അവരുടേതായ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ വീട്ടിലെ ആൾക്കാർ പറയണൊക്കെ നമ്മൾ കേൾക്കണം. അവർക്കും അങ്ങനെ തോന്നലുണ്ടാവണം, തിരിച്ച് ഇങ്ങോട്ടും അതുപോലെ. നല്ല കാര്യമാണ് പറഞ്ഞത്. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൂട്ടി ഇണക്കാനുള്ള കാര്യമായി പറയുന്നത് അല്ലേ? എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ചൊരു വീട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ അമ്മായിയമ്മേനെയും നന്നായിട്ട് ഇരുത്തണം, ഭാര്യനെ നന്നായിട്ട്. ഉണ്ടോ കല്യാണം? ഇല്ല. എന്നാലും അമ്മായിയമ്മയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ഇപ്പോഴേ. അല്ല, അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വേറെ വീട്ടിൽ ചെന്നാലും അപ്പൊ അവരുടെ ഇഷ്ടം നമ്മൾ നോക്കണമല്ലോ. അവര് നമ്മളെ മനസ്സിലാക്കണം. അതെ അതെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നല്ലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ഉത്തരമായി ഇദ്ദേഹം പറഞ്ഞത്. പേരൻസും അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കണം, കുഞ്ഞുങ്ങളും അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കണം. പേരൻസ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പേരൻസ് മനസ്സിലാക്കണം. പക്ഷേ ഇതെങ്ങനെയാണ് നടക്കുന്നത്? മനസ്സിലാക്കണമെന്ന് പറയുന്നു, ഇതെങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാ? എന്തായാലും കുട്ടികളെക്കാളും ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളത് പേരൻസിന് തന്നെ. പല കാര്യങ്ങളും നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു യൂത്ത് ആയല്ലോ, അപ്പം നമുക്കും കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ആയി. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് നമ്മളോട് പറഞ്ഞ് നമ്മളെ തിരുത്താൻ ശ്രമിച്ച പല കാര്യങ്ങളും നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന്. അതുകൊണ്ടാണ് നമ്മളോട് അന്ന് നമുക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ചെയ്യരുതെന്ന് പറയുന്ന കാര്യം അതിൻ്റെ പുറകിലും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പേരൻസ് പറയുന്നത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം കുഞ്ഞുങ്ങൾക്കുണ്ടാകണം അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം ഒരു മനോഭാവം പേരൻസിനും ഉണ്ടാകണമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ തിരിച്ച് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് മനോഭാവം ഉണ്ടാകണം അല്ലേ? ഇത് ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടോ? തുറന്ന ഒരു ചർച്ച തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. വീടുകളിൽ തന്നെ നമ്മൾ രണ്ടുപേരുടെ ആശയങ്ങൾ, മാതാപിതാക്കളുടെയും മക്കളും പരസ്പരം അവരുടെ ആശയങ്ങൾ പങ്കുവെക്കണം. അപ്പോൾ ഇപ്പൊ യുവത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഏജ് ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എത്ര പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങളും ചിന്തകളും വെച്ചിട്ട് അവർക്കും ഈ യൂത്തിന്റെ കൂടെ തന്നെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പം ഒന്നിനെയും നേരെ അങ്ങ് ഒരാൾ പറയുന്നത് മാത്രം ശരിയാണ്, ഒരാൾ പറയുന്നത് അപ്പടി തെറ്റാണ്, അങ്ങനെ ഒരു ചിന്താഗതി അല്ല നമുക്ക് വേണ്ടത്. മീൻസ് രണ്ടു ഭാഗത്തെയും അവരുടെ കാഴ്ചപ്പാടുകൾ, ആശയങ്ങൾ അവർ പരസ്പരം ഡിസ്കസ് ചെയ്യട്ടെ. അങ്ങനെ കാരണങ്ങളും അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടും. അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ചിന്താഗതികളെ മാറ്റാൻ സാധിക്കും. പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഭവനത്തിൽ തന്നെ തുടങ്ങണം. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൂടി ഒരുമിച്ചിരുന്ന് വെറുതെ കൊച്ചു വർത്തമാനം പറയുന്ന ഒരു ശീലമുണ്ടാകണം. ഈ ചുമ്മാതെ കൊച്ചു വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയ്ക്ക് എടുക്കണം. ഒരിക്കലും അത് ഹർട്ടിങ് ആയിട്ടുള്ള രീതിയിലാകരുത്, ആരെയും കുറ്റം പറയുന്ന രീതിയിലാകരുത്. പിന്നെയോ നമ്മുടെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ഇതൊരു നല്ല സജഷനാണ്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൂടെ ഒരുമിച്ച് വീട്ടിലിരുന്ന് ഇതിനെക്കുറിച്ചുള്ള ചെറിയ ചർച്ചകൾ, ഒരുമിച്ചിരുന്നുള്ള വർത്തമാനങ്ങളിൽ
ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നല്ല അവയർനെസ് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നല്ലൊരു സജഷനാണ് സിസ്റ്റർ. ഈ കോളേജ് തലത്തിൽ ഇങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാകത്തക്ക രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള സെമിനാറുകൾ, ചർച്ചകൾ ഇങ്ങനെയുള്ളത് വല്ലതും നടത്താനായിട്ട് സാധിക്കുമോ? പേരൻസിനെയും കുഞ്ഞുങ്ങളെയും കൂടെ വിളിച്ച് കുഞ്ഞുങ്ങൾക്ക് മാത്രം, പേരൻസിന് മാത്രം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവയർനെസ് പ്രോഗ്രാം നടത്താൻ സാധിക്കുമോ? പറഞ്ഞത് ഇവിടെ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു ചെറിയ വേദി ഇവിടെ ഉണ്ടാക്കുന്നതും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കോളേജ് തലത്തിൽ വരുമ്പോഴത്തേക്ക് എല്ലാ കോളേജുകളും തന്നെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞൊരു രീതികളുണ്ട്. ഇപ്പോൾ മാതാപിതാക്കൾ അവെയറാണ് അതിനെപ്പറ്റി, കുട്ടികളും അവെയറാണ്. ഇങ്ങനെ ഒരു പക്ഷേ ഒരു ചർച്ച ഇങ്ങനെ മാതാപിതാക്കളെയും മക്കളെയും അല്ലെങ്കിൽ കുട്ടികളെയും വെച്ചിട്ട് നമുക്കിവിടെ നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ അവരുടെ ഡ്രസ് കോഡുകളൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും എന്നുള്ളൊരു സജഷൻ വളരെ നല്ലപോലെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, പറഞ്ഞു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞു. വേറെ ഒരു കുട്ടി പറഞ്ഞിരുന്നു ഇവിടെ, അതായത് പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന കാര്യത്തെപ്പറ്റി മാതാപിതാക്കൾ അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഇപ്പം അവർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മനസ്സിലാകും. അതിൻ്റെ അർത്ഥം നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ പെർസെപ്ഷൻസ് മാറും എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ ഡ്രസ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത്, ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മനോഹാരിതയായാലും അതിൻ്റെ അഗ്ലിനെസ് ആയാലും അത് എനിക്കല്ല, ഞാനല്ല കാണുന്നത്, അത് കാണുന്നത് വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന കമൻ്റാണ് ഞാൻ പ്രസൻറ്റബിൾ ആണോ, ഞാൻ നല്ലതാണോ ഇല്ലെന്ന് നമ്മൾ കണ്ണടയിൽ നോക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനോഹരമാണ്. എന്നാൽ പുതിയ തലമുറയാ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ ഡ്രസ് കോഡിനെ കുറിച്ചുള്ള പുതിയ പുതിയ കാഴ്ചപ്പാട്, പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാകുന്നു. ആ ചിന്തകൾ ഈ മാതാപിതാക്കൾ എത്രമാത്രം അതിനോട് അനുകൂലിക്കുന്നു എന്നുള്ള വലിയൊരു പ്രശ്നമാണ് അവരെടുത്തത്. അതെ, അത് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്. അതായത് ആ പോയിന്റിലേക്ക് തന്നെയാണ് ഞാനും വരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ കുഴപ്പമില്ല, ഐ ലുക്ക് ബ്യൂട്ടിഫുൾ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്, അമ്മ കാണുന്നു, എന്ത് വേഷമായത് എന്ന് അമ്മ പറയും. അപ്പോൾ അവിടെ എന്തോ ഒരു അപാകതയുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ അമ്മയുടെ തട്ടിക്കയറുകയാണ് ഉടനെ ചെയ്യുന്നത്. എനിക്കറിയാം എൻ്റെ ഡ്രസ്സിനെ പറ്റി അമ്മ കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. തിരിച്ച് നമ്മൾ കോളേജിലേക്കോ അല്ലെങ്കിൽ ബസ്സിലേക്കോ വരുമ്പോഴത്തേക്ക് 10 പേർ നമ്മളെ നോക്കും. ഈ നോട്ടത്തിലൊക്കെ അർത്ഥമുണ്ട്. അമ്മ അവിടെ ഇത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അത് കേൾക്കാതെ ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് 10 പേര് ചിലപ്പോഴത്തേക്ക് ഒന്നും പറയില്ല, എന്നെ നോക്കുന്നുണ്ട്. ഈ നോക്കി ഞാൻ കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് പലരും എന്നെ നോക്കിക്കഴിഞ്ഞു. പലരും മനസ്സിൽ എന്നെപ്പറ്റി ഒരു അഭിപ്രായം രൂപപ്പെടുത്തി കഴിഞ്ഞു. തിരിച്ച് ഇവിടെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉറ്റമിത്രം വന്നുപടി കൊള്ളാം, പക്ഷേ ഇത് വേണ്ടായിരുന്നു കേട്ടോ എന്ന് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം, ചിലപ്പോൾ പറഞ്ഞില്ല എന്നിരിക്കാം. എന്നാൽ തന്നെയും അവരുടെ മനസ്സിലും തോന്നി, ഒരു ഇമ്പ്രഷൻ തോന്നിയിട്ടുണ്ട്. ഞാൻ കാണുകയാണെങ്കിൽ പറയും, മോളെ ഇത് നിനക്ക് പറ്റിയ ഡ്രസ്സല്ല എന്ന് ഞാൻ നേരിട്ട് പറയും. പക്ഷേ എനിക്ക് ചിലപ്പോൾ ഞാൻ കാണില്ല. ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ കുട്ടികളെ നോക്കുമ്പോഴത്തേക്ക് സബ്ജക്റ്റീവായിട്ട് ഒരിക്കലും നോക്കരുത്, അവരെ ഒബ്ജക്റ്റീവായിട്ട് നോക്കുക എന്ന്. അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടേതാണ്, നമ്മുടെ മക്കൾ എന്തിട്ടാലും നമുക്ക് എപ്പോഴും മനോഹരമായിട്ട് തോന്നുള്ളൂ. പക്ഷേ വേറൊരു വ്യക്തിയുടെ കണ്ണിലാണ് ഈ ഡ്രസ്സ് ഈ കുട്ടിക്ക് പ്രോപ്പറാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴത്തേക്ക് നമുക്ക് പറയാൻ സാധിക്കും ഈ ഡ്രസ്സ് ആ കുട്ടിക്ക് പറ്റിയ ഡ്രസ്സല്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത് ഈ ഡ്രസ്സിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഒരു ഫാഷനായി മാറുന്നത് ആ കുട്ടിയുടെ ഒരു ഡ്രസ്സിൻ്റെ സെൻസിൽ അല്ലെങ്കിൽ ശരീരഘടനയും മനോഹരമായിട്ട് ഇരിക്കുന്നു പറയുമ്പോഴത്തേക്ക് എല്ലാം പ്രൊപ്പോഷനായി വരുമ്പോഴത്തേക്കാണ്. അതിൽ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് അത് അരോചകം തന്നെയാണ്. നല്ല ഒരു അഭിപ്രായമാണ് സിസ്റ്റർ പറഞ്ഞത്. ആ അഭിപ്രായത്തെ മാനിക്കേണ്ടതായുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല മോഡൽ എന്നുള്ള നിലയിൽ ഷിയാസിന് എന്തെങ്കിലും ഈ ഫാഷൻ ഭ്രമത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുവാനായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? സിസ്റ്റർ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. സിസ്റ്റർ ഒരു നല്ല ഒരു പറഞ്ഞ കാര്യം ഞാൻ വളരെ യോജിക്കുന്നു. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് വളരെ ഫാഷനെ നല്ലോണം ബാധിക്കും. അച്ഛനും അമ്മയും പറയുന്ന ഡ്രസ്സ് നമ്മൾ എന്തായാലും ധരിക്കണം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ കുറേ ആൾക്കാരുണ്ട്, അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് അച്ഛൻ പറഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് പോകേണ്ടി വരും. ഫംഗ്ഷന് പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കണ്ടും വളരേണ്ടി വരും. മാതാപിതാ ഗുരു ദൈവം, അങ്ങനല്ലേ?
അപ്പോൾ അവർ പറയുന്ന ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ ഫംഗ്ഷന് പോവുക, അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ടീച്ചർ നമ്മൾ അഡ്വൈസ് വരും, ആ ഡ്രസ്സ് അത്ര പോരാ, നിങ്ങൾക്ക് ആ ഡ്രസ്സ് അത്ര ചേർച്ചയില്ല. അപ്പോൾ അത് വിഷമം കൊണ്ട് അയ്യോ ടീച്ചർ അങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞ് അത് എനിക്ക് വിഷമമായി അന്ന് വിചാരിക്കാതെ മാതാപിതാ ഗുരു ദൈവം അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഫാഷൻ. അത് ഏതെല്ലാം തലങ്ങളിൽ നമുക്ക് ഗുണകരമാകുന്നു, ഏതെല്ലാം രീതിയിൽ ദോഷകരമാകുന്നു. അതിൻ്റെ ഗുണത്തെ ഉൾക്കൊള്ളുകയും ദോഷം മനസ്സിലാക്കി ആ ദോഷവശങ്ങളെ നമ്മൾ തള്ളുകയും ചെയ്യണം. അതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവമാണ് മനുഷ്യന് ആദ്യമായിട്ട് ഡ്രസ്സ് കൊടുത്തത്. ആദമും ഹവ്വയും നഗ്നരായിരുന്നപ്പോൾ ദൈവം അവരെ ഡ്രസ്സ് ധരിപ്പിച്ചു. പക്ഷെ അന്ന് കൊടുത്ത ഡ്രസ്സ് തോലുകൊണ്ടുള്ള ഡ്രസ്സായിരുന്നു ദൈവം കൊടുത്ത, മൃഗത്തിൻ്റെ തോല് കൊണ്ടുള്ള ഡ്രസ്സ്. അതിൻ്റെ അർത്ഥം ദൈവം ധരിപ്പിച്ച ആ ഡ്രസ്സായിരിക്കണം വരുന്ന തലമുറകൾ മുഴുവനും ധരിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ള അർത്ഥമല്ല, തോല് ധരിക്കണമെന്നുള്ള അർത്ഥമല്ല. ദൈവം അവരെ ഡ്രസ്സ് ധരിപ്പിച്ചപ്പോൾ അതിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, നാണം മറയ്ക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നാണം മറയ്ക്കുക എന്നുള്ളതാണ്. അതിനാ ദൈവം ഡ്രസ്സ് ആദമിനും ഹവ്വയ്ക്കും കൊടുത്തത്, നാണം മറയ്ക്കുക. ഇന്ന് പലപ്പോഴും നമ്മൾ ഫാഷൻ പരേഡൊക്കെ കാണുമ്പോൾ നാണം മറയ്ക്കുക എന്നുള്ളതല്ല, നാണം എക്സ്പോസ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ആ വശങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഫാഷനോ ഫാഷനബിളോ എന്നുള്ളതല്ല വിഷയം, അത് നമുക്ക് ആവശ്യമാണ്. നൈസർഗികമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് ഡ്രസ്സിങ്ങിൽ മാറ്റമുണ്ടാകണം. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് യോജിക്കുന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഡ്രസ്സുകൾ നമുക്കുണ്ടാകണം. അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. അതോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരുത്തി നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഈ ഫാഷൻ ആക്കി തീർപ്പാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ യുവജനങ്ങൾ പ്രത്യേകിച്ച് അന്ധമായിട്ട് അതിനെ അനുകരിച്ച് അപകടങ്ങളിൽ ചെന്നെത്തുവാൻ സാധ്യതയുണ്ട്. ഈ അപകടം മുന്നിൽ നമ്മൾ കണ്ടുകൊള്ളണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം, എപ്രകാരം നമ്മൾ ജീവിക്കണം എന്ന് നമ്മളെക്കുറിച്ചുള്ള ആ ഒരു പ്ലാനിങ്, ഇതൊക്കെ മനസ്സിലാക്കി ആരോഗ്യപരമായൊരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ആ ഉത്തരവാദിത്വ ബോധം നമ്മുടെ മധ്യേ വളരെ കുറഞ്ഞു പോകുന്നു എന്നൊരു പരാതി നമ്മെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ കടമകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാൻ പറ്റും. സ്വന്തമായിട്ട് നമ്മുടെ കഴിവെന്താണെന്ന് തിരിച്ചറിയലാണ് പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ സ്വന്തമായിട്ടുള്ള മേഖലയിലല്ല നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉൾവലിയാനുള്ളൊരു പ്രവണതയിലേക്ക് പോകും. നമ്മൾ ഒരു കാര്യത്തിനോട് അക്കൗണ്ടബിൾ ആണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ്ലി ഉറച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് സോഷ്യലി ഇറസ്പോൺസിബിൾ ആകാൻ പറ്റുകയില്ല. എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടിട്ട് ആ സ്ഥലത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ആദ്യം ഒരു കുട്ടി സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.